ഹേ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ അടുത്തൊരു കിടുക്കാച്ചി മൈൻക്രാഫ്റ്റ് വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഗൈസ്, ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് മൈൻക്രാഫ്റ്റ് സർവൈവൽ ബെഡ്റോക്ക് എഡിഷൻ പാർട്ട് നമ്പർ 4 കാര്യങ്ങളൊക്കെ ആയിട്ടാണ്. ആൻഡ് ഇത് ശരിക്കും ഫിഫ്ത്ത് എപ്പിസോഡാണ്. കാരണം ഇതിന് മുമ്പ് നമ്മൾ ബാക്ക്ഗ്രൗണ്ടിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ ബ്രീഡറാണ്, പിന്നെ രണ്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ ബേസാണ്. പിന്നെ അതും പോരാണ് ഞാൻ ഓഫ് ക്യാമറയിൽ ഒരു അയൺ ഫാം ഉണ്ടാക്കിയിട്ടുണ്ട്. ഫസ്റ്റ് തന്നെ ബേസ് അപ്ഡേറ്റ് ആണ്. ബേസ് അപ്ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലുതായിട്ടൊന്നുമില്ല. കുറച്ച് ടോർച്ച് വെച്ചു, പിന്നെ കുറച്ച് പൊട്ടാറ്റയും മറ്റേതൊക്കെ കിട്ടി. പൊട്ടാറ്റ നമുക്കൊരു വാണ്ടർ ട്രേഡറിൻ്റെ നിന്ന് കിട്ടിയതാണ്. പിന്നെ അത് അവിടെ ഷീപ്പ് വെച്ചിട്ടുണ്ട്. ആൻഡ് പിന്നെ അവിടെ മൊത്തത്തിൽ ലൈറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ മുകളിലായിട്ടൊരു വിൻഡോ വെച്ചു. അതൊക്കെ അത്രയൊക്കെ തന്നെ നമ്മൾ ചെയ്തിട്ടുള്ളൂ. ആൻഡ് ഇനി നമുക്ക് അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാ ഇവിടെ ആയിട്ട് രണ്ട് പൊട്ടാറ്റോയും പിന്നെ കുറച്ച് വീറ്റും കാര്യങ്ങളൊക്കെ നട്ടിട്ടുണ്ട്. പൊട്ടാറ്റോ നമുക്ക് വാണ്ടർ ട്രേഡിൻ്റെ കയ്യിൽ നിന്നാണ് കിട്ടിയത്. പിന്നെ നമ്മൾ ആൻവീലും കാര്യങ്ങളൊക്കെ അയൺ ഫാമിൽ നിന്ന് നമ്മൾ എടുത്തിട്ടുണ്ട്. ആൻഡ് ഞാൻ കുറച്ച് നേരം AFK നിന്ന്, ഏതാണ്ട് ഒരു അരമണിക്കൂറൊക്കെ AFK നിന്നതുകൊണ്ട് തന്നെ കുറേ അത്യാവശ്യത്തിനുള്ള ഡ്രോപ്പും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഞാനെന്തായാലും കാണിച്ചു തരാം അയൺ ഫാം. ഇതാണ് നമ്മുടെ അയൺ ഫാം. അറ്റ് എ ടൈം 3 ഗോലമായിരിക്കും സ്പോൺ ആവുന്നത്. 30 വില്ലേജസാണ് നമ്മൾ താഴെ വെച്ചിരിക്കുന്നത്. സോ അത്യാവശ്യത്തിനുള്ള ഡ്രോപ്പ് തന്നെ നന്നായിട്ട് കിട്ടുന്നതായിരിക്കും. പെട്ടിക്കകത്ത് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ അത്രയേ ഉള്ളൂ. കുറച്ച് ഞാൻ കൊണ്ടുപോയി കളഞ്ഞു. ഞാൻ ഒരു കേവിക്ക് പോയപ്പോൾ ചെറുതായിട്ടൊന്ന് ചത്തുണ്ടായിരുന്നു. ആൻഡ് കുറച്ച് കോള് മൈൻ ചെയ്യാൻ വേണ്ടി പോയതാണ്. ആൻഡ് ഇനി നമുക്ക് നമ്മുടെ ബ്രീഡർ ഒന്ന് കാണിച്ചു തരാം. ആൻഡ് ഈ ഫാമിൻ്റെ ട്യൂട്ടോറിയൽ വേണമെങ്കിൽ നിങ്ങൾ താഴെ നിന്ന് കമൻറ്റ് ചെയ്യുക. ഇതാണ് നമ്മുടെ ബ്രീഡർ എന്ന് പറഞ്ഞാൽ ഞാൻ ശരിക്കും ചെയ്തതാണ് ഈ വീഡിയോ. അത് എൻ്റെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ട്. പോയതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഞാൻ മറ്റേ വീഡിയോസ് ഡിലീറ്റ് ആക്കണതിൻ്റെ ഇടയിൽ കൂടെ അതും കൂടി ഒന്ന് അറിയാണ്ടൊന്ന് ഡിലീറ്റ് ആയി. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കയറി കഴിഞ്ഞാൽ ഞാൻ കുറച്ച് ഗ്ലാസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. നമ്മുടെ വില്ലേജസിന് എന്തെങ്കിലും പറ്റുമെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഗ്ലാസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ആൻഡ് ഇതൊക്കെ എത്ര തന്നെയാണ് ഉള്ളത്. ഇനി എന്തായാലും നമ്മുടെ ഇന്നത്തെ കണ്ടൻറ്റ് എന്താണെന്ന് നോക്കാം. ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് ഒരു ട്രേഡിംഗ് ഹാളാണ്. ട്രേഡിംഗ് ഹാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഡ്രാഗനെ കിൽ ചെയ്യണം. കാരണം എനിക്ക് കുറേ ബിൽഡ്സും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് എലൈറ്റർ ഇല്ലാണ്ട് പറ്റില്ല. സോ അതിന് വേണ്ടിയിട്ട് തന്നെ നമുക്ക് ട്രേഡിംഗ് ഹാൾ തന്നെ ഫസ്റ്റ് പണിയായിട്ട് നോക്കുക. അതിന് ശേഷം നമുക്ക് ഡ്രാഗനെ കിൽ ചെയ്യാനായിട്ട് പോവുക. ട്രേഡിംഗ് ഹാൾ എന്ന് പറയുമ്പോൾ ജാവേനെക്കാട്ടും ഈസിയാണ് നമ്മുടെ ബെഡ്റോക്കിനകത്ത്. കാരണം വില്ലേജസൊക്കെ ഭയങ്കര ഇണങ്ങി നിൽക്കുന്നതാണ്. അങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നു. കാരണം ജാവയ്ക്കകത്ത് ഏതാണ്ട് നല്ല ഫാസ്റ്റ് ലൈൻ എടുക്കും. അപ്പോൾ ബെഡ്റോക്കിനകത്തും നന്നായിട്ട് ചെയ്യുന്നതാണ്. പിന്നെ നമ്മൾ നമ്മുടെ ട്രേഡിംഗ് ഹാളും കാര്യങ്ങളൊക്കെ കെട്ടാനായിട്ട് പോകുന്നത് ഞാൻ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഭാഗത്ത് നമ്മളൊരു ഡ്രാഗൻ്റെ തല വെച്ചിട്ട് ചെയ്യാനാണ്. ഇപ്പം എന്തായാലും നമ്മൾ അതിനൊന്നും നിൽക്കണില്ല. ചെറിയൊരു കുട്ടി സെറ്റപ്പും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതായിരിക്കും. പിന്നെ അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് കുറേ സ്പേസ് ഉണ്ട്. അവിടെയൊക്കെ നമ്മൾ വേറെ എന്തെങ്കിലുമൊക്കെ ബിൽഡ് ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഇപ്പം എന്തായാലും നമ്മൾക്ക് ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് വില്ലേജസും കുഴിയും കാര്യങ്ങളൊക്കെ ഇതാക്കേണ്ട. ആദ്യം തന്നെ നമുക്ക് കുറച്ച് കുഴി വെട്ടി തുടങ്ങാം. അപ്പോൾ അതാ നമ്മൾ കുറേ കുഴിയും കാര്യങ്ങളൊക്കെ വെട്ടിയിട്ടുണ്ട്. പിന്നെ നമുക്ക് വില്ലേജസിന് വെക്കാൻ വേണ്ടി കുറച്ച് 8 കൂടുകൾ വെച്ചിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് വില്ലേജസിനെ ട്രാപ്പ് ചെയ്യണം. അതാണ് ഇനി അടുത്ത പണി. സോ അതെന്തായാലും ഞാനൊന്ന് ചെയ്യട്ടെ. നമുക്ക് റെയിൽ ലാഭിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നമ്മളിതാ ഇത്രയ്ക്ക് എത്തിച്ചിട്ടുണ്ട്. ഇനി ഇവന്മാരെ നമ്മൾ ബോട്ടിലാക്കിയിട്ടാണ് അങ്ങോട്ട് കൊണ്ടുപോകാനായിട്ട് പോകുന്നത്, ബോട്ട് ലീശ് വിട്ടിട്ട്. സോ ഫസ്റ്റ് തന്നെ നമ്മളൊരു ബോട്ട് ഇവിടെ വെക്കുക. അതിന് ശേഷം നമ്മൾ ചുറ്റിനൊന്ന് കവർ ചെയ്ത് കൊടുക്കുക, ഏതാണ്ട് ഇതുപോലെ. ഇനി ഈ ഒരു മൈൽക്കാട്ട് പൊട്ടിച്ച് കഴിഞ്ഞാൽ ഇവന്മാരെ അതിൻ്റെ അകത്തോട്ട് കയറാനുള്ളതാണ്. ഇതിനകത്ത് കയറാ. ഓക്കെ, അവന്മാർ കയറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു വില്ലേജറിനെയും കൂടിയും കൊണ്ടുവന്നിട്ട് നമുക്ക് എന്തായാലും അവിടെ പോയിട്ട് ഇവന്മാരെ ഒന്ന് കൂട്ടിൻ്റെ ഉള്ളിക്കൊന്ന് ആക്കാം. അതിന് ശേഷം ഞാൻ നിങ്ങൾ ബാക്കി കാണിച്ചു തരാം. ഇതുകൊണ്ടാണ് എല്ലാവരും ബെഡ്റോക്ക് എഡിഷൻ്റെ ബഗ്റോക്ക് എന്ന് വിളിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ 1 മണിക്കൂറായിട്ട് ഞാനിത് അവിടെ ആയിട്ട് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഇത് പറ്റിയ കുഴപ്പം എന്താണെന്ന് കാണിച്ചു തരാം. എല്ലാവന്മാരും ഒരേ ട്രേഡാണ് വിൽക്കുന്നത്. ഇതൊന്നൊക്കെ ഇവന്മാർ പിക്കാക്സ്, ഇവന്മാരാണ് പിന്നീട് പോട്ടേന്ന് വയ്ക്കുക. കാരണം ഇവന്മാർ അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും ചെറുതായിട്ടെങ്കിലും മാറ്റം വരുത്തുന്നുണ്ട്. പക്ഷേ ദിവന്മാർ നോക്ക്, എല്ലാവന്മാരും ഒരേ ട്രേഡ് തന്നെയാണ് നടത്തുന്നത്. എന്താണ് കാരണം എന്ന് മനസ്സിലായിട്ടില്ല. എല്ലാവർക്കും ഈ ഒരു ലെഗിൻസിനകത്തും പാൻറ്റിനകത്തും എന്താ ഇത്രമാത്രം ഇത് അറിയില്ല. ഞാൻ എന്നിട്ട് ഗെയിം കുറേ തവണ റീഫ്രഷ് ചെയ്ത് വില്ലേജസിന് ഇവന്മാരൊന്നും ശരിക്കും ഞാൻ ആദ്യം കൊണ്ടുവന്ന വില്ലേജസ് അല്ല. ഇവന്മാരൊക്കെ രണ്ടാമത്തെ വില്ലേജസ്, 2ോ 3ാമത്തെ വില്ലേജസ് മറ്റെയാണ്. ഒക്കെ എനിക്ക് മതിയായി ഇത്.
പിന്നെ അതും പോരാണ്ട് എൻ്റെ ഇൻവെർട്ടർ നോക്കി കഴിഞ്ഞിട്ട് മനസ്സിലാവും നമ്മുടെ സ്റ്റോണ് മാറിയിട്ട് അയേൺ ആയിട്ടുണ്ട്. എങ്ങനെയാണെന്ന് അറിയില്ല, അത് എൻചാൻറ്റഡ്. സോ ഒരു കാര്യം ചെയ്യാൻ പോവുകയാണ്, നമ്മൾ ഈ ഒരു ബെഡ്റോക്ക് എഡിഷൻ സീരീസ് ഇവിടെ നിർത്തുകയാണ്. കാരണം ഇനി എൻ്റെ ടൈം ഞാൻ ഓൾമോസ്റ്റ് 2 മണിക്കൂർ മറ്റേതിൻ്റെ അടുത്ത് നിന്നിട്ടുണ്ട്. ഇനി എന്തായാലും നമ്മൾ ഒരൊറ്റ കാര്യം ചെയ്യാനായിട്ടുള്ളൂ. നമ്മൾ ഈ ഒരു വേൾഡ് നിങ്ങൾക്ക് വേണമെങ്കിൽ താഴെ എടുത്ത് കളിക്കാം, നിങ്ങൾക്ക് ബാക്കി കണ്ടിന്യൂ ചെയ്യാം. പിന്നെ ഇതൊരു എക്സ്പെരിമെൻ്റൽ വേൾഡ് ആയതുകൊണ്ട് തന്നെ കുറച്ച് ഇതുണ്ട്, അതായത് ലാഗും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇനി നമ്മൾ എന്തായാലും ചെയ്യാനായിട്ട് പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നേരെ ഇതുവരെ ക്രിയേറ്റീവ് ഒന്നും ആക്കിയിട്ടില്ല, ഇപ്പോൾ നമ്മൾ ക്രിയേറ്റീവ് ആക്കുകയാണ്. ഓക്കെ, ലെറ്റ്സ് ഗോ. ഇതെന്താ? എക്സ്പെരിമെൻ്റൽ വേൾഡ് ആയതുകൊണ്ട് തന്നെ അങ്ങനെ ഇരിക്കും. ചീറ്റ്സും കാര്യങ്ങളൊക്കെ ഓണാണ്. പിന്നെ ഇത് ഓക്കെ, ഇനി നമ്മൾക്ക് എന്തായാലും TNT ഇട്ട് പൊട്ടിക്കന്നെ വില്ലേജസിൻ്റെ അകത്ത്. വേറൊരു വേൾഡിൻ്റെ അകത്ത് പോയി നശിപ്പിക്കേണ്ട ആവശ്യമില്ല. ഇവന്മാരാണ് തലയ്ക്ക് ഭ്രാന്ത് പിടിക്കുന്നത്. ഞാൻ എന്നിട്ട് വേറെ വേൾഡിൻ്റെ അകത്ത് പോയി നോക്കുമ്പോൾ ഒരു കുഴപ്പമില്ല, ഇവന്മാരാണ് തലയ്ക്ക് ഭ്രാന്ത് പിടിക്കുന്നത്. എൻ്റെ തലയ്ക്ക് ഭ്രാന്ത് പിടിക്കുക എന്നല്ലാണ്ട് ഇവന്മാരെ ഞാൻ ഇപ്പം നോക്കിക്കോ. ഇത് മൊത്തത്തിന് ഞാൻ പൊട്ടിക്കാൻ പോവുകയാണ് TNT ഇട്ടിട്ട്. ഓക്കെ, കത്തിക്കാൻ പോവാണ്. വില്ലേജേഴ്സ്, നിങ്ങൾ ചത്തോ? എന്തിനു വേണ്ടിയിട്ടാണിത്? ഈ ഒരു വേൾഡിൻ്റെ കുഴപ്പമാണോ അതോ ഈ വെർഷൻ്റെ കുഴപ്പമാണോ എന്നൊന്നും അറിയില്ല. ഓക്കെ, എല്ലാവന്മാരും ചത്തില്ലേ? പിന്നെ ഇത് ചെയ്യുന്നതുകൊണ്ട് സോറി, ഞാൻ വേറെ സീരീസ് തുടങ്ങുന്നതായിരിക്കും. കാരണം ഇതെനിക്ക് രണ്ടാമത്തെ അനുഭവം ഒന്നുമല്ല. ബ്രീഡർ അയൺ ഫാം ഉണ്ടാക്കുമ്പോൾ ഞാൻ പെട്ടപാട് എനിക്ക് തന്നെ അറിയില്ല. ആൻഡ് നമ്മൾ ഒന്നും ചെയ്യുന്നില്ല. കാരണം ഇവന്മാരൊക്കെ നമുക്ക് വലുതായിട്ട് ഇതാക്കിയിട്ടില്ല. ഇതെന്താ ഇവന്മാരൊക്കെ പുറത്ത് നടക്കുന്നത്? എനിക്കറിയാൻ പാടില്ല. ഇനി നമ്മൾ ബേസും കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ എടുത്ത് കളിക്കാവുന്നതാണ്. ലിങ്കും കാര്യങ്ങളൊക്കെ താഴെ ഉണ്ടാകും വേൾഡിൻ്റെ. നിങ്ങൾക്ക് വേണമെങ്കിൽ ബാക്കി കളിക്കുക. പിന്നെ നമ്മുടെ ഡിസ്കോഡ് സെർവറിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഈ ഒരു വേൾഡിൻ്റെ അകത്ത് എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് മീഡിയ എന്ന് പറഞ്ഞൊരു സെക്ഷൻ ഉണ്ട്. അതിൻ്റെ അകത്ത് പോയിട്ട് എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഈ ഒരു വേൾഡിൻ്റെ അകത്ത് എന്തെങ്കിലും മാറ്റം കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ കാണുന്നതായിരിക്കും. എന്തായാലും ഇത്ര ഏതല്ലേ, നമുക്ക് ഈ വില്ലേജ് തന്നെ അവിടെ കത്തിച്ചേക്കാം ഗൈസ്. പൊട്ടൽ കണ്ട ഞാനിത് ചെയ്തത് മോശമായോ എന്നൊന്നും കൂടി നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ആൻഡ് എനിക്കൊരു ഇതും തോന്നില്ല. നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യണമെങ്കിൽ കമൻറ്റ് ചെയ്യാം. ആൻഡ് എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം, അടുത്ത സീരീസ് ആയിട്ട് കാണാമായിരിക്കും. ടാറ്റാ, ബൈ ബൈ. I'm the king when I'm in the van.